നമസ്കാരം. ലോകരാഷ്ട്രീയത്തിന്റെ വേദിയിൽ ചില നേതാക്കൾ അവരുടെ നയങ്ങൾ കൊണ്ടാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. ചിലർ അവരുടെ വാക്കുകൾ കൊണ്ട്, എന്നാൽ ചിലർ അങ്ങനെയല്ല. അവർ എപ്പോൾ എന്തു പറയും, അടുത്ത നിമിഷം എന്തു തീരുമാനിക്കും, സുഹൃത്തിനെ ശത്രുവാക്കുമോ ശത്രുവിനെ സുഹൃത്താക്കുമോ എന്ന് പോലും പ്രവചിക്കാനാകാത്ത തരത്തിൽ ഒരു അനിശ്ചിതത്വത്തിന്റെ രാഷ്ട്രീയമാണ് സൃഷ്ടിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത്തരമൊരു രാഷ്ട്രീയ പ്രതിഭാസമായാണ് പലരും വിശേഷിപ്പിക്കുന്നത്. ഒരു ദിവസം നയതന്ത്രത്തിന്റെ ഭാഷ സംസാരിക്കുന്ന നേതാവ് അടുത്ത ദിവസം യുദ്ധഭീഷണിയുടെ വാതിൽ തുറക്കും. ഒരു കരാറിനെ പ്രശംസിക്കുന്ന അതേ നാവ് മണിക്കൂറുകൾക്കുള്ളിൽ അതിനെ തള്ളിപ്പറയുകയും ചെയ്യും. ലോക നയതന്ത്രത്തിന് മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയത് ട്രംപിന്റെ ഈ പ്രവചനാതീതമായ രാഷ്ട്രീയ ശൈലിയാണെന്ന് നിരീക്ഷകർ പലവട്ടം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അത്തരമൊരു നേതാവുമായി ചർച്ചാമേശയിൽ ഇരിക്കുമ്പോൾ രേഖകളും കരാറുകളും മാത്രം പോരാ എന്ന് ഇറാൻ തിരിച്ചറിഞ്ഞുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളുടെ സാരം. എതിർവശത്തിരിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഭൂപടം വായിക്കാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന് അവർ കരുതിയെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ നയതന്ത്രജ്ഞർക്കൊപ്പം മനഃശാസ്ത്രജ്ഞരെയും രംഗത്തിറക്കേണ്ടി വന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ട്രംപിന്റെ പ്രതികരണ രീതികളും തീരുമാന സ്വഭാവവും സന്ദേശങ്ങളുള്ള മാനസിക പ്രതികരണങ്ങളും പഠിച്ചുകൊണ്ട് ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇറാൻ ശ്രമിച്ചുവെന്നാണ് അവകാശവാദം. സമാധാന ചർച്ചകളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രവചനാതീതമായ പെരുമാറ്റത്തെ പ്രതിരോധിക്കാൻ ഇറാൻ സൈക്കോളജിസ്റ്റുകളുടെ സഹായം തേടിയതായുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ട്രംപിന്റെ മാനസികാവസ്ഥ വിലയിരുത്തുന്നതിനും മധ്യസ്ഥർ വഴി അദ്ദേഹത്തിന് കൈമാറുന്ന സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതിനും രണ്ട് മുതിർന്ന സൈക്കോളജിസ്റ്റുകളെ ഇറാൻ നിയോഗിച്ചിരുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഉദ്ധരിച്ച് NDTV ആണ് റിപ്പോർട്ട് ചെയ്തത്. ട്രംപിന്റെ സ്വഭാവ രീതികളെ കൃത്യമായി മനസ്സിലാക്കുന്നതിനും ചർച്ചകൾ സുഗമമാക്കുന്നതിനുമാണ് ഇറാൻ ഇത്തരം ഒരു അസാധാരണ നീക്കം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപിന്റെ പെരുമാറ്റ വൈകല്യങ്ങളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചർച്ചകൾക്കുള്ള ഉപദേശക സമിതിയിൽ രണ്ട് മുതിർന്ന സൈക്കോളജിസ്റ്റുകളെ ഉൾപ്പെടുത്തിയത്. ട്രംപിന് നൽകാനുള്ള സന്ദേശങ്ങൾ കൂടുതൽ ഫലപ്രദമായി രൂപപ്പെടുത്താൻ ഇത് സഹായിച്ചു എന്ന് മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. ഉപദേശകരുടെ നിർദ്ദേശങ്ങൾ സന്ദേശങ്ങളിൽ ഉൾപ്പെടുത്തിയതോടെ ട്രംപിന്റെ പ്രതികരണങ്ങളിൽ പ്രകടമായ മാറ്റം ദൃശ്യമായെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. ചർച്ചകളുടെ ഭാഗമായി കൈമാറുന്ന രേഖകൾ ചരിത്രത്തിന്റെ ഭാഗമാകുമെന്ന് ഇറാന് ബോധ്യമുണ്ടായിരുന്നു. അതിനാൽ അതീവ ഗൗരവത്തോടെയാണ് ടെഹ്റാൻ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ധാരണാപത്രത്തിന്റെ കരട് വ്യവസ്ഥകൾ അമേരിക്കയും ഇറാനും പരസ്പരം കൈമാറാൻ തുടങ്ങിയതിന് പിന്നാലെയാണ് ഈ വിദഗ്ധ സംഘത്തിന്റെ സഹായം തേടേണ്ടി വന്നത്. കഴിഞ്ഞ ഏപ്രിൽ ഇസ്ലാമാബാദിൽ നടന്ന ഒന്നാം ഘട്ട ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമായിരുന്നു ഇതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ മനസ്സിലാക്കാൻ ഇറാൻ എന്തുകൊണ്ടാണ് മനഃശാസ്ത്രജ്ഞരുടെ സഹായം തേടിയതെന്നതാണ് ആദ്യത്തെ ഇപ്പോഴും ഉയരുന്ന ചോദ്യം. ട്രംപിന്റെ രാഷ്ട്രീയ ശൈലി ശരിക്കും അത്രത്തോളം അപ്രവചനീയമാണോ? നയതന്ത്ര ചരിത്രത്തിലെ ഈ അസാധാരണ അധ്യായത്തിന്റെ കഥ ഇപ്പോഴും അപൂർണമാണ്.